സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരാൻ ഞങ്ങളെ വിളിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യോഹന്നാൻ നപുംസ്യാനോസിൻ്റെ ഓർമ്മയാചരിച്ചുകൊണ്ട് ഈ ദിവരേശങ്ങൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാമി തിരുനാമം വാഴ്ത്തിയിടും ഞാനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവദ്യൻ മമനാദാനിൻ മഹിമക്കളവിൽ അറിവോ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷരമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരി വിശുദ്ധ പൗലോസ്ലിയ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ഉദ്ദേശിക്കുന്നു. മിശിഹ അനുഗ്രഹിക്കട്ടെ. ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ. എന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു എന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണോ എന്നും കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. എല്ലാം നിങ്ങളുടെ സ്വന്തമാണ്. പൗലോസും അപ്പോളോസും കേപ്പായും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടാകാനിരിക്കുന്നവയും എല്ലാം നിങ്ങളോടു തന്നെ. നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റേതും ക്രിസ്തു ദൈവത്തിൻ്റേതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാതകളിൽ ഇരുളാകെ അകറ്റും ദൈവത്തിൻ തിരുവചനം. പാദങ്ങൾക്ക് വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാതകളിൽ ഇരുളാകെ അകറ്റും ദൈവത്തിൻ തിരുവചനം. പാദങ്ങൾക്ക് വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ക്രിസ്താപൂർന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടു കൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 വാക്യങ്ങൾ 26 മുതൽ 33 വരെ. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുറമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുകയില്ല.
നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, എന്നെ കണ്ടപ്പോൾ തന്നെ കുറേ പേരെങ്കിലും ഒന്ന് സംശയിച്ച് കാണും, ഇത് അച്ഛൻ തന്നെയാണോ അതോ ഏതെങ്കിലും അൾത്താര ബാലനെങ്ങാനാണോ? എന്തായാലും നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. ഈ ഡിസംബർ 27-ാം തീയതി പൗരോഹിത്യം സ്വീകരിച്ചതാണ്. ഞാനും ജോയിച്ചനുമായിട്ട് ഏകദേശം ഒരു 18 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ സെമിനാരിയിൽ ചേർന്ന വർഷം ജോയിച്ചനാണ് നോർത്ത് ചാലക്കുടിയിൽ എൻ്റെ ഇടവക വികാരിയച്ഛനായിരുന്നത്. അന്ന് തൊട്ടുള്ള നല്ല പരിചയമാണ് എന്നെ ഈ പറപ്പൂക്കര ഇന്നത്തെ ഈ ദേവാലയത്തിലേക്ക് വിശുദ്ധ ബലിയിൽ നിങ്ങളോട് ഒത്ത് ഈ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചത്. തമ്പുരാന് നന്ദി പറയുകയാണ്. വിശുദ്ധ ജോൺ നെബുംസാനൂസിനെ കുറിച്ച് നിങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എന്നേക്കാളും അധികം ഒരുപാട് കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. കുംഭസാര രഹസ്യത്തിൻ്റെ വിശുദ്ധി അഭംഗുരം പാലിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം ചൂടിയ വലിയ ഒരു വിശുദ്ധൻ്റെ ഒരുപാട് മാതൃകകളും ഒരുപാട് വിശുദ്ധിയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാനായിട്ട് ഈ കൊച്ചച്ഛന് ഇല്ല. പക്ഷേ എല്ലാ പ്രാവശ്യത്തേക്കാളും വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം നമ്മൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച് മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ജോസഫ് പുത്തമ്പരിക്കൽ അച്ഛനൊരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരികയാണ്. അച്ഛൻ പറയുകയാണ്, പ്രസംഗത്തിൻ്റെ ഇടയിൽ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും ഒരു മടുപ്പൊക്കെയായി. കുട്ടികളുടെ കരച്ചിലും കസേരയുടെ ഞരക്കലും ഫാൻ്റെ സ്വരമൊക്കെ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും ഒരു മനം മടുത്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പം അച്ഛനിങ്ങനെ പറഞ്ഞു, ഈ വരുന്ന വെള്ളിയാഴ്ച നിങ്ങളെല്ലാവരും ഈ ഇടവകയിലെല്ലാവരും ഒരുമിച്ച് നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഒരു വെള്ളിടി വീണ പോലെയാണ് ജനങ്ങൾക്കൊക്കെ മനസ്സിൽ തോന്നിയത്. അവർ വിചാരിച്ചിട്ട് കാണും, എന്താണാവോ അച്ഛൻ ഇങ്ങനെ ഞങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയണേന്ന്. പക്ഷേ ഏറ്റവും മുൻപിലുണ്ടായിരുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ വളരെ കൂളായിട്ട് ഒരു കൂസലില്ലാതെ അത് കേട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു ഇനി അധികം കാലമൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും അറിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ചേട്ടൻ വലിയ കാര്യത്തിൽ ഇതൊന്നും കേട്ട് ഒരു കൂസലില്ലാതെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കണ്ടു. വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് ലതീഞ്ഞും നൊവേനയൊക്കെ കഴിഞ്ഞ് പുറത്ത് ചെന്നപ്പോഴും ആളിങ്ങനെ പതിവിൽ വിപരീതമായിട്ട് മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തി വലിയൊരു ആളെ പോലെ മീശൊക്കെ വിരിച്ച് ഇങ്ങനെ അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതെന്താ ഞാൻ പറഞ്ഞിട്ട് നിനക്കൊരു പേടിയുമില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ ഈ ഇടവകയിലുള്ള എല്ലാവരും മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താണ് ഒരു പേടിയില്ലാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അതിനച്ഛാ ഞാൻ ഈ ഇടവകക്കാരനല്ല, അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഒരു പേടിയൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞു. തമാശയായിട്ടാണ് അച്ഛനതിൽ പറഞ്ഞതെങ്കിലും ഇക്കൂട്ടത്തിലും ഈ ഇടവകക്കാരല്ലാത്ത അല്ലെങ്കിൽ മറ്റിടവകയിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് വിശ്വാസികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മളിവിടെ വരുന്നതിന് അച്ഛൻ പറഞ്ഞു വരുന്നത് നമ്മളെ ഇവിടെ ഈ ദേവാലയത്തിലേക്ക് അടുപ്പിച്ചത് തീർച്ചയായിട്ടും വിശ്വാസത്തിൻ്റെ വഴിവിളക്കുകളാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ യുവതിയുവാക്കളൊക്കെ, ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, വിശ്വാസം ക്ഷയിച്ചു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെയൊക്കെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങ് മണിപ്പൂരിലെയോ അമേരിക്കയിലോ കാര്യങ്ങളൊന്നുമല്ല. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ സ്വന്തം ഇടവപ്പള്ളിയിലുണ്ടായ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈസ്റ്ററിൻ്റെ കുർബാന തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ വികൃതി മറ്റൊരു സ്ഥലത്ത്. അപ്പോഴാണ് ഏറ്റവും മുകളിൽ ബാൽക്കണിയിലിരിക്കുന്ന കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ അവിടെ ഇരുന്ന് പ്രസംഗത്തിൻ്റെ സമയത്ത് മൊബൈൽ ഫോൺ നോക്കിയിരുന്ന് ഗെയിം കളിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്.
അവിടെ അടുത്തുണ്ടായിരുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും വളരെ വിഷമത്തോടു കൂടിയാണ് ആ കാര്യം ഞങ്ങൾ അച്ഛന്മാരോട് ചെന്ന് പറഞ്ഞത്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വിശ്വാസം എന്നത് വെറും ഒരു പേര് മാത്രമാണ്. അവരുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമെങ്കിലേ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു മാതൃക കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമല്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുമക്കളിൽ നിന്നൊക്കെ വിശ്വാസം, ഒരു പക്ഷെ നമ്മളിൽ നിന്നൊക്കെ, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ വിശ്വാസം എവിടെയൊക്കെയോ നമ്മുടെ തീക്ഷ്ണതയിൽ മാന്ദ്യം സംഭവിച്ചു എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ഈ വിശുദ്ധനും അല്ലെങ്കിൽ ഈ വിശുദ്ധരൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാം. തിരുസഭ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്ന 2 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതൃകയാണ്. വിശുദ്ധ ജോൺ നെപ്പോമുക്സാനെ കുറിച്ച് നമുക്ക് ഒരുപാട് കഥകൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ അവസാനം വരെ കുമ്പസാരത്തിൻ്റെ രഹസ്യം മറ്റാർക്കും മുമ്പിൽ വെളിപ്പെടുത്താതെ അത്രയും വിശുദ്ധിയോടുകൂടി ജീവിച്ച വിശുദ്ധനാണ് നമുക്ക് തൊട്ടു മുമ്പിലിരിക്കുന്നത്. പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ മാതൃക പലപ്പോഴും ആവശ്യമില്ല. ഞാനും നിങ്ങളൊക്കെ വിശുദ്ധന്മാരെ കൂട്ടുപിടിക്കുന്നത് മാധ്യസ്ഥത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? കാണാതെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഓടിച്ചെല്ലും അന്തോണീസ് പുണ്യാളൻ്റെ അടുത്ത്. എൻ്റെ മകളുടെ UK വിസ ശരിയാവണം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാവണം, കല്യാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാവണം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ശരിയാവണം, അല്ലെങ്കിൽ പരീക്ഷയിൽ ഒന്ന് പാസ്സാവണം. അപ്പോൾ നമ്മൾ ഓടിച്ചെല്ലും ഏതെങ്കിലും വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയൊക്കെ അടുത്തേക്ക്. നമുക്കൊക്കെ പലപ്പോഴും മാധ്യസ്ഥങ്ങൾ മാത്രം മതി. മാതൃകകൾ പലപ്പോഴും നമ്മിൽ നിന്ന് കൈവിട്ടു പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഇത്തവണ നമ്മൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലെ മാതൃകയും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥവുമാണ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഈ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് അച്ഛന് പറയാനുള്ളത്. രണ്ടാമതായിട്ട് ഞാൻ പറയും, ഓരോ തിരുനാളുകളും ഓരോ തിരിഞ്ഞു നോട്ടങ്ങളാണ്. തിരിച്ചറിവിൻ്റെയും തിരുത്തലുകളുടെയും ഒരു അവസരമാണ് ഓരോ തിരുനാളുകളും. പെരുപ്പിക്കലിൻ്റെയും പെരുമയുടെയും ഒക്കെ ആഘോഷങ്ങളും ആരവങ്ങൾക്കുമിടയിലാണ് നമ്മുടെ തിരുനാളുകൾ അല്ലെങ്കിൽ പെരുന്നാളുകൾ എന്നൊക്കെ അച്ഛന് പലപ്പോഴും അറിയാം. നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും ആഘോഷങ്ങൾക്കിടയിൽ നമ്മളിങ്ങനെ മുങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴൊക്കെ വിശുദ്ധൻ്റെയും കർത്താവിൻ്റെയും അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ 4-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവവും നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈ വിശുദ്ധനോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും, നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളവരാണ്, ജീവിതത്തിൽ ഒരുപാട് വേദനകളാൽ ഇവിടെ വന്നിരിക്കുന്നവരാണ്. ഈ ദേവാലയമാണ്, ഈ വചനകൂടാരമാണ് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അഭയകേന്ദ്രം എന്നുള്ള കാര്യം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രം ചെന്ന് മുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുഞ്ഞുമക്കളിലേക്കും നമ്മുടെ വരുന്ന ഭാവി തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട വിശ്വാസത്തിൻ്റെ കെടാവിളക്കുകൾ അവർക്ക് മാതൃകയും ഒപ്പം മാധ്യസ്ഥവും കൂടിയാകട്ടെ. ഇപ്രാവശ്യത്തെ പെരുന്നാളുകൾ മാത്രമായി ചുരുങ്ങിപ്പോകാതെ കർത്താവിൻ്റെ തിരുനാളുകൾ കൂടി ആഘോഷിക്കാനുള്ള വലിയ ഒരു ആഹ്വാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. വചനം ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നാം ആരെയൊക്കെ ഏറ്റുപറയുന്നുണ്ടോ അപ്പോഴൊക്കെ പിതാവും നമ്മെക്കുറിച്ച് അഭിമാനിക്കും, പിതാവ് നമ്മെക്കുറിച്ചും ഏറ്റുപറയും. സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ 2-3 ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇവൻ എങ്ങനെ ഇവിടെ വന്നു? ഇയാളെന്താണ് ഇവിടെ ഇല്ലാത്തത്? ഞാൻ എന്താണ് ഇവിടെ എത്താൻ കാരണം? ഈ 3 ചിന്തകൾ ഒരുപക്ഷെ നരകത്തിലേക്ക് ചെല്ലുമ്പോഴായാലും സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോഴായാലും
നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. വിശുദ്ധ ജോൺ നെബുംസ്യാനോസിനെ പോലെ വിശുദ്ധിയുടെ പടവുകളാൽ ഓരോ തിരിച്ചറിവിൻ്റെയും തിരുനോട്ടത്തിൻ്റെയും തിരുനാളുകൾ ആഘോഷിക്കുവാനുള്ള വലിയ ഒരു ആഹ്വാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ വിശുദ്ധനെയും ഒപ്പം കർത്താവിനെയും മഹത്വപ്പെടുത്തുവാനുള്ള വലിയ ഒരു സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തരോടെ എന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധരുടെ മാതൃക അനുകരിച്ച് അനുദിന ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും സംതൃപ്തിയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിത്യാനന്ദവും അവർ അനുഗ്രഹങ്ങളും അനശ്വര ജീവനും നൽകി വിശുദ്ധരെ അനുഗ്രഹിച്ച മിശിഹായെ സ്വർഗ സൗഭാഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ മാർഗം പിഞ്ചെന്ന് ഞങ്ങളുടെ ഇടവമധ്യസ്ഥൻ്റെ മാതൃക അനുകരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടാനും വിശുദ്ധിയിൽ വളരാനും വരം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായിരുന്ന ദാസരെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്താനും വർദ്ധിപ്പിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ഇടവമധ്യസ്ഥൻ്റെ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപദർശനായ മാർ ആൻഡ്രോസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപദർശനമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ നെബുംസ്യാനോസിൻ്റെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. വിശുദ്ധരുടെ പ്രാർത്ഥനകളാൽ അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരാകുകയും നിത്യാനന്ദത്തിൽ പങ്കുകാരാകുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ദാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാ നല്ല ദൈവമേ. സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൂസേപ്പിനെയും
സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെ എന്നേക്കും ആമേനാമേൻ. സുധനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായിയും നീണസാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിലൂത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്താനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓതാൻ നിത്യം വാഴ്ത്തിടാം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ വിഷം നിറയേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കൃപാലോട് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അർത്ഥം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുറം നിന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉപദേശം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ.
മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂഹാതൻ സഹവാസവുമീ നമ്മോട് ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനുപരി അർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും സ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ ബലവാനായ കർത്താവേ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ. മന്നവനവനുടെ മഹിമകളാ നിറഞ്ഞു വിണ്ണും ഭൂതലവും, മന്നവനവനുടെ മഹിമകളാ നിറഞ്ഞു വിണ്ണും ഭൂതലവും. ഓശാന 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 ഓശാന, അത്യുന്നതങ്ങളിലോശാന, അത്യുന്നതങ്ങളിലോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ
അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിലപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതൻ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും
ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങൾ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നരമ്പിനും വിശുദ്ധിയെ ഞങ്ങളെ പഠിപ്പിച്ചെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മകനെയും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തൻ്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചിടണമേ. വഴുതിട്ട് പോയ മനുഷ്യരുടെ എനിക്കറിയാവുന്ന മറിഞ്ഞുകൂടാത്ത നല്ല കിടങ്ങളും പാപങ്ങളും ക്ഷമിക്കണം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനെയും വിശുദ്ധമായ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയിൽ വിശുദ്ധിയുടെ പെരുമകൾ താല്പര്യത്തിലാകണം. കർത്താവായ ദൈവമേ, ഞങ്ങൾ കാരുണ്യ പ്രത്യാശകൾ കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കളുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവും ബലിപീഠത്തെയും പാപമോചനവും കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈശോ ഈ നിമിഷം ഈ യാഗവേദിയിൽ മുറിയുന്നു. ഈശോ ഈ നിമിഷം ഈ യാഗവേദിയിൽ മുറിയുന്നു. മാംസവും രക്തവും പങ്കുവച്ചിടുന്ന അനുരഞ്ജനത്തിൻ്റെ സമയമിതാ, അനുതാപത്തിൻ്റെ നിമിഷമിതാ. ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങേ, ആരാധിക്കുന്നു ഞങ്ങൾ. ആരാധന
യേശുവേ. നമ്മുടെ കർത്താവിശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോട്ടേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ ദിവസവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടാകട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്വീകരിക്കാം സ്നേഹ
പ്രാണനാഥൻ എൻ പ്രാണനതിൽ അറിയാത്തൊരനുഭൂതി പകരും. വാവായിന്നൻ ആലയത്തിൽ വാവായിശോ വാഴുവാനായി. വാവായിന്നൻ ആലയത്തിൽ വാവായിശോ വാഴുവാനായി. എന്നെ മെനഞ്ഞൊര കൈകളിലൻ ഉള്ളം താഴുകിത്തലോടിടുമ്പോൾ തിരിയാത്ത പാപവും നോവുകളും തിരികെ വരാതെ യാത്രയാകും. സ്വർഗം വിരുന്നിനെത്തുന്നു എന്നിൽ കാരുണ്യത്തിരയിളകുന്നു. സ്വർഗം വിരുന്നിനെത്തുന്നു എന്നിൽ കാരുണ്യത്തിരയിളകുന്നു. വാവായിന്നൻ ആലയത്തിൽ വാവായിശോ വാഴുവാനായി. വാവായിന്നൻ ആലയത്തിൽ വാവായിശോ വാഴുവാനായി. കൊതി തീരെ സ്നേഹിക്കും ഹൃദയമിന്നൻ ഹൃദയമോടൊരു വേള ഒന്നാകുമ്പോൾ ഇനിയും തുറക്കാത്ത വാതിലുകൾ സ്നേഹത്താൽ തള്ളി തുറന്നു പോകും. സ്വർഗം വിരുന്നിനെത്തുന്നു എന്നിൽ കാരുണ്യത്തിരയിളകുന്നു. സ്വർഗം വിരുന്നിനെത്തുന്നു എന്നിൽ കാരുണ്യത്തിരയിളകുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവൃത്താൽ സ്തുതിരഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവിടുത്തെ മാതാനത്തെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. വിശുദ്ധായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചത് ബഹുമാനപ്പെട്ട ലിൻസ് മേലെപ്പുറം അച്ഛനാണ്. അച്ഛനിപ്പോൾ പുല്ലൂർ സെൻറ്റ് സേവിയേഴ്സ് ആശ്രമത്തിലാണ് ശുശ്രൂഷ ചെയ്യുക. അച്ഛൻ്റെ സ്വന്തം ഇടവക നോർത്ത് ചാലക്കുടി ഇടവകയാണ്. CMI സഭയിലെ അംഗമാണ് അച്ഛൻ. 14 കൊല്ലം മുമ്പ് ഞാൻ നോർത്ത് ചാലക്കുടി ആയിരിക്കുമ്പോഴാണ് അച്ഛൻ സെമിനാരിയിൽ ചേരുന്നത്. അൾത്താര സംഘത്തിലെ ഒരു അംഗമായിട്ട് ശുശ്രൂഷ ചെയ്ത് 10ാം ക്ലാസ് പാസ്സായി. അതിന് ശേഷമാണ് സെമിനാരിയിൽ ചേരുക. അൾത്താര സംഘത്തിലായിരിക്കുമ്പോൾ അച്ഛൻ അതിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു 2-3 വർഷക്കാലം. വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ അതുപോലെ തന്നെ വളരെ മാതൃകാപരമായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ
നല്ല വായനയും പെരുമാറ്റ ജീവിത ശൈലിയുമുള്ള ഒരു കുട്ടിയായിരുന്നു അന്നും, അതുപോലെ തന്നെയാണ് ഇന്നും. അച്ഛൻ ഒത്തിരിയേറെ കഴിവുകൾ ഉള്ള അച്ഛനാണ് എന്ന് ഞാൻ പറയുമ്പോൾ വെറുതെ ഇവിടെ നിന്ന് പൊക്കി അടിക്കുന്നതല്ല. ഓർഗൻ വായിക്കും, വയലിൻ വായിക്കും, നന്നായിട്ട് പാടും, വളരെ നന്നായിട്ട് അഭിനയിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, നന്നായിട്ട് പഠിക്കും. അങ്ങനെ ദൈവം ഒരുക്കിയ വലിയൊരു നിധിയായിട്ടാണ് ഞാൻ ലിൻസ് അച്ഛനെ നോക്കി കാണുക. അച്ഛൻ്റെ പട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. വേറെ ചില പരിപാടികൾ ഉണ്ടായ കാരണം. എന്തായാലും ഇന്ന് വലിയ സന്തോഷമുണ്ട്. അച്ഛനവിടെ നിൽക്കുമ്പോൾ അപ്പോൾ എല്ലാവരുടെയും പേര് നന്ദി അർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു വാക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്നതല്ല നന്ദി എന്നെനിക്കറിയാം. അച്ഛൻ ഒരുപക്ഷെ സ്നേഹം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചിരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ചെറുപ്പം തൊട്ടേ അച്ഛൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു അപ്പൻ എന്ന സ്ഥാനം തന്ന വ്യക്തിയാണ് ജോയച്ചൻ എനിക്ക്. അപ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അനുഭവങ്ങളും അച്ഛനിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ എനിക്ക് പകർന്നു തന്ന വിശ്വാസത്തിൻ്റെ വിളക്കാണ് ഇന്ന് ഈ അൾത്താരയിൽ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്രയും നന്ദിയും കടപ്പാടും അച്ഛനോട് തീർച്ചയായിട്ടും ഉണ്ട്. തുടർന്നുള്ള വിശുദ്ധ ബലിയിൽ അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും ഒക്കെ തീർച്ചയായിട്ടും മനസ്സിലുണ്ട്. ഒപ്പം നിങ്ങളോടൊപ്പം ഈ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് തമ്പുരാന് നന്ദി പറയുകയാണ്. ക്ലിൻ്റൺ അച്ഛൻ ഞങ്ങൾ ഒരേ സമയത്ത് തന്നെയാണ് പട്ടം സ്വീകരിച്ചത്. ഞങ്ങൾക്ക് മുൻപ് പരിചയമില്ല, പട്ടത്തിൻ്റെ സമയത്ത് തന്നെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതം ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ കൂടി ഓർക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സമാപന പ്രാർത്ഥനകൾക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെ ഓർമ്മയാചരിച്ചുകൊണ്ട് സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായി വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവന് ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ യോഹന്നാൻ നപുംസ്യാനോസിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുവാനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ രക്ഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികള അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും
ഞങ്ങളുടെ ജീവിത പാതകളിൽ ആവശ്യകമാ ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമക്കിലരിലും ദൈവം വരനിരച്ചുരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളുടെ വർദ്ധിക്കും പാവങ്ങളെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമില്ലയോ എന്നറിഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും